ബലാത്സംഗ കേസിൽ നടൻ സിദ്ദീഖ് ചോദ്യം ചെയ്യലിനായി ഹാജരായി എന്നുള്ള വാർത്ത വരുന്നു. ഇപ്പോൾ തിരുവനന്തപുരം കമ്മീഷൻ ഓഫീസിലാണ് സിദ്ദീഖ് ഹാജരായത്. അഖിൽ ഷാൻ സാർ ആ വാർത്തകൾ ചേർന്നു. അഖിൽ, ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ തയ്യാറാണെന്ന് അങ്ങോട്ട് സിദ്ദീഖിന്റെ മേലേക്കൽ, അതിനുള്ള മറുതന്ത്രം എന്ന് പറഞ്ഞ തന്ത്രങ്ങളുടെ ഒരു സുപ്രീം കോടതി ജാമ്യം പരിഗണിക്കുന്ന പശ്ചാത്തലത്തിലൊക്കെയാണല്ലോ ഇത്. ഇതെപ്പോഴാണ് ഹാജരായത്? ചോദ്യം ചെയ്യൽ എങ്ങനെ പുരോഗമിക്കുന്നു? അഖിൽ ഷാൻ സാർ. ഇന്ന് രാവിലെ 9:30 നടൻ സിദ്ദീഖ് തിരുവനന്തപുരത്ത് കമ്മീഷൻ ഓഫീസിൽ ചോദ്യം ചെയ്യലിനായി ഹാജരായത്. നമുക്കറിയുന്നത് പോലെ തന്നെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം നേടിയതിന് പിന്നാലെയാണ് ഈ ചോദ്യം ചെയ്യാൻ ഉള്ള താല്പര്യം പ്രകടിപ്പിക്കുകയും അതുപോലെ തന്നെ പോലീസ് അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതുമായി ബന്ധപ്പെട്ട് കത്ത് സിദ്ദീഖിന് അയക്കുകയും ചെയ്തത്. എന്തായാലും സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നീക്കങ്ങൾ പോലീസും അതുപോലെ തന്നെ അന്വേഷണ സംഘവും ശക്തമാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ ഈ നോട്ടീസ് നൽകുന്നതിന് മുമ്പ് തന്നെ സിദ്ദീഖ് ഹാജരാകാൻ തീരുമാനിച്ചിരുന്നെങ്കിലും പിന്നീട് അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ ചോദ്യം ചെയ്യുന്ന ഹാജരാകണമെന്ന് കാണിച്ച് നോട്ടീസ് അയക്കുന്നത്. നിലവിൽ ഇതിന്റെ അന്വേഷണ ചുമതലയുള്ള അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് നർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണറാണ്. ഈ നർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിലാണ് നിലവിൽ സിദ്ദീഖ് എത്തിയിട്ടുള്ളത്. ഈ 9:30 അവിടെ എത്തിയതെങ്കിലും നിലവിൽ ഇതുവരെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടില്ല. നിലവിൽ ഈ ഓഫീസിൽ തന്നെ തുടരുകയാണെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അല്പസമയത്തിനകം തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിക്കുമെന്നുള്ള സൂചനയും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നുണ്ട്. ഇന്ന് നിലവിൽ ചോദ്യം ചെയ്ത് വിട്ടയ്ക്കാനുള്ള നടപടിയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ള സാധ്യതയാണ് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങൾ അറിയിക്കുന്നത്. ചോദ്യം ചെയ്യൽ എത്ര നേരം നീണ്ടുപോകുമെന്നുള്ള കാര്യവും അറിയില്ല. എന്തായാലും വലിയ കോളിളക്കം സൃഷ്ടിച്ച, വലിയ വിവാദം സൃഷ്ടിച്ച ഒരു കേസാണ്. അതിന് പിന്നാലെ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു, മുൻകൂർ ജാമ്യം നിഷേധിച്ചിരുന്നു. പിന്നാലെയാണ് സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതിയിലേക്ക് പോയതും സുപ്രീം കോടതി ഉപാധികളൊക്കെ നമുക്കറിയാം. എന്തായാലും സിദ്ദീഖ് ഇപ്പോൾ ചോദ്യം ചെയ്യലിൽ ഹാജരായിരിക്കുന്ന കമ്മീഷൻ ഓഫീസിൽ നമുക്ക് നോക്കാം.